ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ സ്പെക്സ് വയ്ക്കുന്ന ആളാണ്. എൻ്റെ ഈ കണ്ണിൽ -2.25ഉം ഇവിടെ -2 എന്തുമാണ് പവറും. ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ കണ്ണ് ചെക്ക് ചെയ്തത് 2.5 വർഷത്തിന് മുന്നെയാണ്. 2023 ഞാൻ ലാസ്റ്റായിട്ട് എൻ്റെ കണ്ണ് ചെക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതലാണ് കണ്ണാടി വെച്ച് തുടങ്ങിയത്. അപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 6 മന്ത്സ് കൂടുമ്പോൾ കണ്ണ് പോയി ചെക്ക് ചെയ്യണം, എന്തെങ്കിലും പവറിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കണമെന്ന്. പക്ഷേ ഇതിപ്പോൾ 2 വർഷമായി. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ പവർ കൂടിയോ കുറഞ്ഞോ ഒന്നും ഒരു പിടിയുമില്ല. അപ്പോൾ ഞാൻ ലെൻസ് കാർഡിലാണ് സ്പെക്സ് വാങ്ങാൻ പോകുന്നത്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ലെൻസും സ്പെക്സും എല്ലാം ലെൻസ് കാർഡിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഒരു 12 hours ഇങ്ങനെ ലെൻസ് വെച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, ഒരു ഇറിറ്റേഷനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്പെക്സ് വെച്ചാലേ ശരിയാവുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലെൻസ് കാർഡിൽ ഓഫർ ഉണ്ടല്ലോ, buy 1 get 1 free. അങ്ങനെയാണ് ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം സ്പെക്സ് വാങ്ങിയത്. അപ്പോൾ ഇപ്പോൾ വാങ്ങിയത് ഒരെണ്ണം പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഒരെണ്ണത്തിൻ്റെ പുറത്ത് കിടന്ന് ഞാൻ അത് വളഞ്ഞു പോയി. അപ്പോൾ എനിക്ക് അതിനി വച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അതുമല്ല അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സ്പെക്സും അല്ല. അപ്പോൾ എന്തായാലും എനിക്കിനി വാങ്ങിച്ചേ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അതെന്തോ ഗോൾഡൻ മെമ്പർഷിപ്പ് അങ്ങനെ എന്തോ ഉള്ളവർക്ക് മാത്രമേ ഈ buy 1 get 1 കിട്ടുകയുള്ളൂ, അങ്ങനെ എന്തോ ആണ്. എൻ്റെത് എക്സ്പയർ ആയോന്നറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം പവർ ഉള്ളതും ഒരെണ്ണം അല്ലാതെ ഞാൻ ലെൻസ് വെച്ച് പോകുമ്പോൾ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ വയ്ക്കാനായിട്ട് പവർ ഇല്ലാത്തതും വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കൊരു ലെൻസും കൂടെ വാങ്ങണം ഇപ്പം പവർ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെൻസ് കാർഡിൽ പോയിട്ട് കാണാം. നമ്മളിപ്പോൾ ലെൻസ് കാർഡിൽ പോകുന്നതിന് മുന്നേ വിഷമമുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ സംസമിൽ വന്നു. ലെൻസ് കാർഡിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വരണമെന്നായിരുന്നു, പക്ഷേ ഭയങ്കര വിശപ്പായിപ്പോയി അല്ലേ? അതെ, നല്ല വിശപ്പായിപ്പോയി. നമ്മൾ എന്തോന്നാണ് ഓർഡർ ചെയ്തത്? വെറൈറ്റി അല്ലേ? ഞാൻ മടുത്ത്. പിന്നെ എന്തിനാ നീ അത് ഓർഡർ ചെയ്തത്? ഇവന് ചെസ്റ്റ് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവനത് ഓർഡർ ചെയ്തത്. നമ്മൾ ഡൈനമൈറ്റ് ഷവായി ആണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആണത്, അതുകൊണ്ട് അത് ഓർഡർ ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ലെൻസ് കാർഡിൽ പോവും. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് പരിപാടി? അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ബാങ്കിൽ കയറണം. പക്ഷേ ടൈമുണ്ട്. യെസ്, ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നല്ല വിഷമിട്ട് ഫുൾ ചിലവ് ഫുൾ ജോലി കിട്ടിയതിൻ്റെ ചിലവ്. എന്തോ ജോലി കിട്ടിയിട്ട് സാലറി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ എന്തോ നീയായി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അന്ന് ഗ്രാൻഡ് ആയിരിക്കണം, പക്ഷേ ഗ്രാൻഡ് ആക്കണം, ആലോചിക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഡൈനമൈറ്റ് ഷവായി. ഇവരിതാ ഇങ്ങനെ ഇടുമ്പോൾ ചവറ് കിടക്കുന്നത് തോന്നും സത്യം പറഞ്ഞാൽ. അതാണ് മുകളിലുണ്ട്, സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് വെച്ചിരുന്നാൽ കൊള്ളായിരിക്കും. പെറോട്ടയും വെജിറ്റബിൾസ്. ഡൈനമൈറ്റ് ഷവായി എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ തന്തൂരി മയോണൈസ് ചിക്കൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചേക്കും. അതാണ് സംഭവം. നിരഞ്ജൻ എനിക്ക് കിട്ടിയ ചെസ്റ്റ് പീസ് നിരഞ്ജൻ എടുത്തു തട്ടിപ്പറിച്ചെടുത്തു. ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് തന്നെ. ഓക്കെ, പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ചെസ്റ്റ് കിട്ടൂല. ഇതിപ്പോൾ കഴിക്കാൻ പോകണം. എനിക്കിപ്പോൾ തന്നെ കൊതിയാവണം, എനിക്ക് വിശക്കണ്. ഓക്കെ, നമ്മൾ ഷവായി കഴിച്ചു കഴിഞ്ഞ് ഈ സാധനത്തിൻ്റെ പേരാണ് ഗുഡ് ബഡ്. അതാ ഗഡ്ബഡ് ആണോന്ന് അറിഞ്ഞൂടാ. ഇവിടെ ഉള്ളവർ ഇതിനെ ഗഡ്ബഡ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗഡ്ബഡാണിത്. എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത് ഇത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നട്ട്സും സാധനങ്ങളും എല്ലാം അടിപൊളി. മഞ്ചിമാണ്ട് ഫുള്ളും കഴിക്കില്ല, പ്രൈസ് നിർത്തണേ. ഗൈസ്, നമ്മളങ്ങനെ ശാസ്തമംഗലത്തുള്ള ലെൻസ് കാർഡിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, എനിക്കിപ്പോൾ കണ്ണാടി വയ്ക്കാതെ കണ്ണാടി ചേരാത്ത പോലെയുണ്ട്. ആകപ്പാട് ഇവിടെ കൊള്ളാൻ എനിക്ക് തോന്നിയത് ഇത് മാത്രമാണ്. ഇനി ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. കേൾക്കാൻ പറ്റൂലേ? ഇതൊരെണ്ണം ഞാൻ ഫിക്സ് ചെയ്തു. ചിലപ്പോൾ മാറ്റും, വേറെ നോക്കാം. ഒന്നുമേ എനിക്ക് ചെയ്യാത്ത പോലെ ഉണ്ട് ഇപ്പോൾ. പക്ഷെ ലെൻസ് വയ്ക്കണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. കാരണം കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് ഡ്രൈ ആവും. പിന്നെ പൊടി വീണ സീനാണ്. കണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് മൂടി കളഞ്ഞാൽ മതി എന്നാവും. പിന്നെ തലവേദന എടുക്കും, വൻ സീനാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഈ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്യുമ്പോൾ അറിയാം അടിച്ചു പോയായിട്ട് എന്നൊക്കെ.
ബൈക്കോട്ട് പോ കണ്ടോ. എൻ്റെ പകുതി ഉണ്ട് സ്പെക്സ് ഓട്ടൻ്റെ. ഇവിടുത്തെ എല്ലാം നിന്റെ പകുതി ഉണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ നോക്കിയിട്ട് നോക്കാം. ഇത് മതി, സെറ്റ്. അപ്പുറത്തിപ്പുറം ചുവപ്പും നീലയും വെച്ചാൽ റെഡി. കൊള്ളാം, പിന്നെയും കൊള്ളാം. ആവത്താനെ പോലെ ഉണ്ട്. അതെ, ഇങ്ങനെയും തോന്നട്ട്. നോക്കട്ടെ. ഇത്ര പാവമല്ല, ഇത് ബുജി ലുക്ക് തോന്നിക്കണം. ഗൈസ്, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇത്ര നേരം ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ലെൻസ് മാറ്റി ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇനി 1 hour വെയിറ്റ് ചെയ്യണം, കാരണം എൻ്റെ കറക്റ്റ് പവർ കിട്ടൂല എന്ന് പറഞ്ഞ് ഇനി 1 hour കഴിഞ്ഞിട്ടേ ഐ ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഞാൻ വയ്ക്കാതെ വന്നേരെ അല്ല. ഞാൻ അവിടുത്തെ പറഞ്ഞു ഗ്ലാസ് ഈ ഗ്ലാസ് ലെൻസ് ഇല്ലെങ്കിൽ എനിക്ക് നല്ല തലവേദന എടുക്കും, സ്ട്രെയിൻ കാരണം. ഇങ്ങനെ ഇരിക്കണം. അത് വളഞ്ഞു പോയി. അതിൻ്റെ പുറത്ത് ഞാൻ കിടന്നത് വളഞ്ഞു പോയി. പുറത്തിറങ്ങുമ്പോഴത്തേക്കും മാറ്റി വയ്ക്കണമായിരുന്നു. പറ്റൂല. അതേനെ ഇവിടെ എനിക്ക് 1 മണിക്കൂർ. ഇത് കുഴപ്പമില്ലാന്ന് തോന്നണം. ഞാനങ്ങനെ 2 സ്പെക്സിന് ഓർഡർ കൊടുത്തു. അത് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കാണിച്ച ഒരു 2 എണ്ണമാണ്. അത് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോൾ അത് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിൽ മാത്രമേ ഞാൻ പവർ പറഞ്ഞുള്ളൂ. ഒരെണ്ണം ജസ്റ്റ് എനിക്കല്ലാതെ ഇതിപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ണിൽ നന്നായിട്ട് പൊടി ഇടിക്കണുണ്ട്. അപ്പോൾ അങ്ങനെ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരെണ്ണം പവർ ഇല്ലാതെ എടുത്തു. 2 എണ്ണത്തിൽ എന്തായാലും ബ്ലൂറേ കോട്ടിങ് വെച്ചിട്ടുണ്ട്. ബ്ലൂറേ കോട്ടിങ് എന്താണെന്ന് അറിയാം, നമ്മുടെ സ്ക്രീനിൽ നിന്ന് മറ്റു വരുന്ന റേസിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷൻ തരും. അങ്ങനെ അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൽ ഒരെണ്ണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം പിന്നെ അങ്ങനെ ഒരുപാട് വയ്ക്കേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ 1 മാസത്തെ ഒരു വർഷത്തെ വാറണ്ടിയൊക്കെ ഉണ്ട്. ബ്ലൂറേ കോട്ടിങ്ങിന് വരുന്നതും 1200 ആണ്. അതിൽ കൂടുതൽ വരുന്നതും ഉണ്ട്. 2200 ഉണ്ട്, 3000 ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 1200 തന്നെയാണ്. അപ്പോൾ പിന്നെ എൻ്റെ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്തപ്പം ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ വിചാരിച്ചു നല്ല കൂടി കാണുന്നത്, അതായത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് കാണുന്നു, പക്ഷെ ചെക്ക് ചെയ്തപ്പോൾ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതിലെനിക്കൊരു സന്തോഷമുണ്ട്, പവർ കണ്ണടിച്ച് പോവാത്തതിൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.